പാകിസ്ഥാന്റെ പ്രകോപനം ശക്തമാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരാണ്. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണ്. പലരും ഏതാണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് പൂഞ്ചിലും മറ്റും കാണാൻ വേണ്ടി കഴിയുന്നത്. നിരവധി കുടുംബങ്ങളാണ് ഈ അവിടെ നിന്ന് ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അങ്ങനെ പൂഞ്ചിൽ നിന്ന് വന്ന പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഒന്നല്ല, ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും വഹിച്ചു കൊണ്ടുവരുന്ന ഒരു ബസ്സാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കുഞ്ഞുങ്ങൾ, കുട്ടികൾ, അങ്ങനെ നിരവധി പേരെ കൊണ്ട് ആ വാഹനം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു സ്കൂളിലാണ് ഇവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, आपका गाँव का अभी का हालत कैसे है? अभी तो रात को बहुत फायरिंग हुआ उधर, अभी तो ठीक था दिन को, तो अभी बोल रहे थे दिन को और रात को फायरिंग होगा. हम लोग यहाँ आगे. अच्छा, जी हाँ, ये एक गाँव के ആ ഗ്രാമത്തിൽ നിന്ന് പൂർണ്ണമായും ആൾക്കാർ വരുന്നതാണ്. അവർക്കിവിടെ താമസ സൗകര്യവും മറ്റും ഇതിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ആ പ്രദേശങ്ങളിൽ താമസിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. आपका गांव में किसी का नुकसान हुआ? हाँ, गाँव पुंछ में बहुत नुकसान हुआ सर. पुंछ सिटी में गाँव में भी हुआ कम से कम नुकसान सर. कहीं की डेथ हो गई, कहीं अमर जख्मी है सर. हाँ सर, हमें गाँव से निकाल दिया, बोला गाँव छोड़ के भाग जाओ सर. हम कहाँ जाए अभी, गाँव छोड़ के आ गए सर. कोई ठिकाना तो है नहीं. अभी देखते हैं अभी क्या होगा क्या नहीं. जो कुछ मर गया वो मर गया सर. जो मर गया तो मर गया सर. जो जख्मी है वो कोई पुंछ में, कोई जम्मू में, कहीं कहीं है कहीं सर. हाँ, बहुत फायरिंग हो रही है सब. रात 2-3 दिन से हमें कोई खाना पीना कोई कुछ नहीं खाया. ऐसा ही है सर, कोई कुछ नहीं है सर. बहुत फायरिंग हो रही है सर. आपका उधर मोर्चा कुछ नहीं है? मोर्चा कुछ नहीं है सर. मोर्चा कुछ नहीं है सर. जब फायरिंग का समय तो आप क्या करते हैं? मकान के अंदर घुस जाते हैं सर. हमारे मकान है सर, मकानों में घुस. हमारे मकानों की दीवार भी जो वो भी पंचर हो गई सर. हाँ, वो भी गिर गई. क्या करें सर. कल फायरिंग था, शेलिंग था? कल भी रहा थे. ഈ പറയുന്നത് പോലെയാണ് വലിയ തോതിലുള്ള ഫയറിങ്ങും ഷെല്ലിങ്ങും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് ഒരു വാഹനത്തിൻ്റെതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ നിരവധി വാഹനങ്ങളാണ് ഈ പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെയും കൊണ്ട് വരുന്നത്. ഗ്രാമങ്ങളൊക്കെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് ആ ഗ്രാമങ്ങളൊക്കെ ഏതാണ്ട് വിജനമാകുകയാണ്. കാരണം വീട്, അവരുടെ ഇതുവരെയുള്ള സമ്പാദ്യവുമൊക്കെ ഉപേക്ഷിച്ച് അവരുടെ ഈ പ്രത്യേകിച്ച് ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാം ഇവർക്കൊക്കെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട്. ആ വളർത്തു മൃഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവർ അവിടെ നിന്നിപ്പോൾ ഈ സ്ഥലത്തേക്ക്, അതായത് കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് വരുന്നത്. ഇതും പൂഞ്ച് തന്നെയാണ്, ഇതും പൂഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ മേഖല കുറച്ചുകൂടി സുരക്ഷിതമാണ്. എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഒന്നുകൂടി പറയാം, വളരെ കൊച്ചു കുട്ടികളൊക്കെയാണ് കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ഈ കുട്ടികളുടെ ഉള്ള വീടുകളിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അതിനിഷ്ഠൂരമായി ഈ പ്രകോപനമുണ്ടായത്. ഒരു കാരണവശാലും നീതീകരിക്കാൻ വേണ്ടി കഴിയാത്ത സംഭവങ്ങളായിരുന്നു ഈ അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് പൂഞ്ചിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നപ്പോൾ എനിക്കും ജഗദീഷിനും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചോ അതിൻ്റെയൊക്കെ പതിമടങ്ങായിരിക്കും ഒരുപക്ഷെ അതിർത്തി ഗ്രാമങ്ങളിൽ, അതായത് തൊട്ടടുത്ത് നിയന്ത്രണരേഖയ്ക്ക് തൊട്ടടുത്ത് ഉള്ള ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്നവർ അനുഭവിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതേണ്ടത്. ഏതായാലും വളരെ കഷ്ടതയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. യുദ്ധം ഇവരുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പൂഞ്ചിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുവൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.